ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കാർഡ് വെട്ടുന്ന മെഷീനെ കുറിച്ചാണ്. അതിനു മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനൽ നോക്കി എനിക്ക് ഓർഡർ തന്ന കസ്റ്റമറിനോട് ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് തമിഴ്നാട്, കർണാടക, കേരളം എന്ന 3 ഭാഗത്തു നിന്ന് എനിക്ക് ഓർഡർ തന്ന ബുക്കിംഗ് സ്ലിപ്പാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ എൻ്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സപ്പോർട്ട് നിങ്ങൾ എനിക്ക് തരുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ദിവസം ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുന്ന മുഖേന്ദ്രം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. വീഡിയോനകത്ത് പോകാം. ഇത് കാർഡ് വെട്ടുന്ന മെഷീനാണ്. ഇത് 2 സ്റ്റോക്ക് എൻജിൻ, 4 സ്റ്റോക്ക് എൻജിൻ എന്നീ 2 ടൈപ്പിലുള്ള എൻജിൻ നമ്മൾ മാർക്കറ്റിൽ കിട്ടാവുന്നതാണ്. ഇത് 2 സ്റ്റോക്ക് എൻജിൻ വാങ്ങുന്ന സമയത്ത് പെട്രോൾ വിത്ത് ഓയിൽ മിക്സ് ചെയ്ത് ഒഴിക്കേണ്ടി വരും. 4 സ്റ്റോക്ക് ആണെങ്കിൽ നമ്മൾ പെട്രോൾ മാത്രം ഒഴിക്കാവുന്നതാണ്. എൻജിൻ ഓയിൽ സെപ്പറേറ്റ് ആയിട്ട് ഒഴിക്കണം. എൻജിൻ ഒഴിക്കുന്ന ഓയിൽ സെപ്പറേറ്റ് ആയിട്ടും പെട്രോൾ ഒഴിക്കാൻ സെപ്പറേറ്റ് ആയിട്ടുള്ള ടാങ്ക് ഇതിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് 6 മാസം സർവീസ് ഗ്യാരണ്ടി ഇതിൽ ഉള്ളതാണ്. പിന്നീട് നമ്മൾ സേഫ്റ്റി കിറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഈ മെഷീൻ്റെ കൂടെ വരുന്നുണ്ടാവില്ല. സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വാങ്ങണം. അതിന് സെപ്പറേറ്റ് ആയിട്ട് ചാർജ് വരും. ഇതിന് സ്റ്റാർട്ടിങ് റേറ്റ് 6500 രൂപയാണ് വരുന്നത്. ഇത് മിക്കവാറും വാങ്ങിയിട്ട് പോകുന്നത് വാടക സ്റ്റോറുകാരാണ്. അവരാണ് മിക്കവാറും ഈ മെഷീൻ വാങ്ങി വർക്ക് ചെയ്യുന്നത് പതിവ്. ഇത് ഞാൻ കേരളത്തിൽ എടുത്തു കൊടുത്ത ഒരു മെഷീനാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി ഞാൻ പറയാൻ ഇത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിശദീകരമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് നമ്മൾ സാധാരണ പെട്രോൾ ഒഴിച്ച ശേഷം വർക്ക് കഴിഞ്ഞ സമയത്ത് പെട്രോൾ റിലീസ് ചെയ്തിട്ട് വേണം ആ മെഷീനെ നമ്മൾ എടുത്തിട്ട് പോകേണ്ടത്. കാരണം പെട്രോളോടെ വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് സ്റ്റാർട്ടിങ് ട്രബിൾ വരും. ഇതാണ് പതിവ്. നമ്മൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പെട്രോൾ ടാങ്കിൽ ഒഴിച്ച പെട്രോളിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബോട്ടിലിൽ മാറ്റി വെച്ചിട്ട് വീണ്ടും നമ്മൾ സ്റ്റാർട്ടാക്കുക. വീണ്ടും സ്റ്റാർട്ടാക്കുന്ന സമയത്ത് കാർബറേറ്ററിൽ ശകലം പെട്രോൾ ഉണ്ടാവും. അത് ഈ സ്റ്റാർട്ടാകുന്ന സമയത്ത് ആ പെട്രോൾ കഴിയുന്ന സമയത്ത് എൻജിൻ ഓഫാകും. അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തിന് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവില്ല. മോട്ടറിൻ്റെ മെഷീൻ്റെ ലൈഫും കൂടും. നിങ്ങൾ ഏത് മെഷീനും എവിടെ എടുത്താലും CC കൂടിയ എൻജിൻ വാങ്ങുന്നത് നല്ലതാണ്. കാരണം നിങ്ങൾ അധികം പേര് നമ്മൾ 4 സ്റ്റോക്ക് എൻജിൻ വാങ്ങുന്നതാണ് ബെസ്റ്റ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.